അപ്പോൾ ടൈപ്പിംഗ് ജോബുകൾ അതേപോലെ തന്നെ റൈറ്റിംഗ് ജോബുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അത്തരം ജോബുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ റൈറ്റിംഗ് ജോബുകൾ മാത്രമല്ല, നമുക്ക് ട്രാൻസ്ലേഷൻ ജോബുകളുണ്ട്, അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്. അങ്ങനത്തെ 2-3-4 കാറ്റഗറിയിലുള്ള വർക്കുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് എഡിറ്റിംഗ്, റൈറ്റിംഗ് അങ്ങനത്തെ കുറച്ച് വർക്കുകൾ ഇതിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ചെയ്ത് കണ്ട് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വെബ്സൈറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സൈറ്റ് ഇതാണ്, സർവീസ് സ്കൈപ്പ്. അപ്പോൾ ഇത് എന്ത് സൈറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും വർക്കുകൾ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റാണിത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ജോബ്സുകൾ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ്, അതേപോലെ തന്നെ ട്രാൻസ്ലേഷന്, അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ്, പിന്നെ റൈറ്റിംഗ്. ഇങ്ങനത്തെ 4 കാറ്റഗറിയുള്ള വർക്കുകളാണ് നമുക്കിതിൽ മേടിക്കാൻ പറ്റുക. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും വർക്കുകൾ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഹയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലാണ് നമുക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ 3,39,000 പ്ലസ് കംപ്ലീറ്റഡ് പ്രൊജക്റ്റുകൾ ഉണ്ട്. ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 98,000 രജിസ്റ്റേർഡ് ക്ലയൻസ് ഉണ്ട്. അതേപോലെ തന്നെ 4.9 ആവറേജ് റേറ്റിംഗും ഉണ്ട്. അപ്പോൾ 5-ൽ 4.9 റേറ്റിംഗ് ആണ് ഇവർക്കുള്ളത്. അപ്പോൾ 98,000 പ്ലസ് ക്ലയൻസുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഇനി എങ്ങനെയാണ് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ ക്ലയൻസുകൾ ഇവിടെ പാർട്ണർ കമ്പനികളവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അടിക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ, എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് സർവീസ് വെൻ എവറി വേർഡ് കൗണ്ട്. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ്, അതേപോലെ തന്നെ പ്രൂഫ് റീഡിംഗ് അങ്ങനത്തെ സർവീസുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അവൈലബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വർക്ക് ആയിക്കാണ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസ്ലേഷൻ, നമുക്ക് ലാംഗ്വേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അങ്ങനത്തെ സർവീസുകളുണ്ട്. അതേപോലെ തന്നെ ഐ കാച്ചിങ് ഗ്രാഫിക് ഡിസൈൻ ഫ്രം ഇൻഡസ്ട്രി പ്രൊഫഷണൽസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ്, ലോഗോ ഡിസൈനിങ്, അതേപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ഉണ്ടാവും. വെബ് ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ എഫക്റ്റീവ് റൈറ്റിംഗ് ദാറ്റ് ബിൽഡ് യുവർ റെപ്യൂട്ടേഷൻ ആൻഡ് ഓഡിയൻസ്. നമുക്ക് ബ്ലോഗ് പോസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് ജോബ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഏറ്റവും മുകളിൽ ഇവിടെ ബിക്കം എ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ബിക്കം എ പ്രൊഫഷണൽ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ബിക്കം എ എഡിറ്റർ, അതേപോലെ തന്നെ ബിക്കം എ ട്രാൻസ്ലേറ്റർ, ബിക്കം എ ഗ്രാഫിക് ഡിസൈനർ, പിന്നെ ബിക്കം എ റൈറ്റർ. അപ്പോൾ ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നമുക്ക് ലോഡ് ആയി കാണിക്കും. അപ്പോൾ അവിടെ നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പാസ്വേഡ്, പിന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുക. നമ്മുടെ അഡ്രസ്സ്, സിറ്റി, പിന്നെ സ്റ്റേറ്റ്, ഫോൺ നമ്പർ, പിന്നെ പോസ്റ്റൽ കോഡ്, കൺട്രി, പിന്നെ നമ്മുടെ പേയ്മെന്റ് മെത്തേഡ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പേപ്പാലേ കാര്യം ഉണ്ടാവാം. കാരണം ഇതൊരു ഇന്റർനാഷണൽ സൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പേപ്പാൽ ഇതിന് സെലക്ട് ചെയ്യാൻ പറ്റും. പേപ്പാൽ ഉണ്ട്, അതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പേപ്പാൽ ഉണ്ട്, അതേപോലെ തന്നെ വേറെ എന്തൊക്കെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷന് നിങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു ബയോ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ വർക്കിനെ കുറിച്ചുള്ള ചെറിയൊരു ബയോ കൊടുക്കുക. പിന്നെ നിങ്ങളെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഇതിൻ്റെ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം സോഴ്സ് ലാംഗ്വേജ്. അപ്പോൾ ഈ സോഴ്സ് ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ട്രാൻസ്ലേഷൻ ജോബാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ പല ലാംഗ്വേജ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു ക്യാപ്ച നമ്മൾ ഫില്ല് ചെയ്യുക. 3+6+9+7 അങ്ങനെ ഈ ഒരു ക്യാപ്ച നമ്മൾ ഇവിടെ ഇതായി കൊടുക്കുക. അതിനുശേഷം ഈ ബോക്സ് ഒക്കെ നമ്മൾ ടിക്ക് ചെയ്യുക. ഇതൊക്കെ ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ അവർ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കും. നമ്മളെ ഇമെയിൽ ത്രൂ നമ്മൾ അറിയിക്കും. അതിന് ശേഷം നമുക്ക് വർക്കുകൾ കിട്ടും. അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കിട്ടും. അപ്പോൾ നല്ല ഹൈ പേയ്മെന്റ് കിട്ടുന്ന ഒരു സൈറ്റ് കൂടിയാണിത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ജോബുകളൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈറ്റാണ്. ഡാറ്റ എൻട്രി, അതേപോലെ തന്നെ ടൈപ്പിംഗ്, കണ്ടന്റ് ക്രിയേറ്റിംഗ് അങ്ങനത്തെ ജോബുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൈറ്റാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയുള്ള കാര്യം നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും 1-2 ഹൈ ഇൻകം സ്കില്ലുകൾ പഠിച്ചെടുക്കുക. അത് ഏതെങ്കിലും കോഴ്സുകൾ ചെയ്തുകൊണ്ട് പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് വീഡിയോസുകൾ കണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത്തരം ഹൈ ഇൻകം സ്കിൽസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള കാലം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ.
അപ്പോൾ എന്താണ് ഹൈ ഇൻകം സ്കിൽസ്, എന്താണ് ലോ ഇൻകം സ്കിൽസ് എന്നുള്ളത് ഞാൻ ചെറിയൊരു ഡീറ്റെയിൽസ് തരാം. അതായത് നമ്മളുടെ സ്കിൽസിന് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മളുടെ ഇൻകം കൂടുന്ന രീതിയിലുള്ള ജോബുകളാണ് ഹൈ ഇൻകം സ്കിൽസ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്, അതേപോലെ തന്നെ കണ്ടൻറ് മേക്കിംഗ്, അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ ജോബുകൾ, അങ്ങനത്തെ ഒരുപാട് ജോബുകൾ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ജോബുകളുണ്ട്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്കിൽസുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പല കോഴ്സുകൾ ചെയ്ത് ഒരുപാട് കാലം നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പഠിച്ചെടുക്കുന്ന സ്കിൽസുകളുണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്ത് നല്ല എഫേർട്ട് എടുത്ത് പഠിച്ചെടുക്കുന്ന സ്കിൽസുകളാണ്. പക്ഷേ നമുക്ക് കണ്ടൻറ് മേക്കിംഗ്, അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്കിൽസുകളാണ്. അപ്പോൾ അത്തരം ഹൈ ഇൻകം സ്കിൽസ് നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിച്ചെടുക്കുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് ഹൈ ഇൻകം സ്കിൽസ്, എന്താണ് ലോ ഇൻകം സ്കിൽസ് എന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അപ്പോൾ ഗുഡ് ബൈ.